കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കെ.വി. സോളാർ എന്നിവയുടെ കസ്റ്റമർ സർവീസ് സെന്റർ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുപുഴ അയ്യപ്പക്ഷേത്രം റോഡിലെ എസ്.ജെ. കോംപ്ലക്സിൽ ആരംഭിച്ച കസ്റ്റമർ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ നിർവഹിച്ചു. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ. വിജയകൃഷ്ണൻ കെ.വി. സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതാക്കളും പൗരപ്രമുഖരും സിഒഎ അംഗങ്ങളും ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ CC നെറ്റിൻ്റെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സർവീസ് സെന്റർ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കെ.വി. സോളാർ എന്നീ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നൽകുന്നതിനായി ചെറുപുഴ അയ്യപ്പക്ഷേത്രം റോഡിലെ എസ്.ജെ. കോംപ്ലക്സിലാണ് കസ്റ്റമർ കെയർ സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ കസ്റ്റമർ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് സിഒഎ ചെറുപുഴ മേഖലാ സെക്രട്ടറി NS സന്തോഷ് സ്വാഗതം പറഞ്ഞ തുടക്കം കുറിച്ച യോഗത്തിൽ സിഒഎ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് പി. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഈ കേരള വിഷൻ എന്നുള്ള നമ്മുടെ ഇന്ന് ചെറുപുഴയിൽ അതിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ വേണ്ടി സാധിക്കും, കോർപ്പറേറ്റ് കമ്പനികളായ ജിയോ, അതുപോലെ ഏഷ്യാനെറ്റ്, എയർടെൽ എന്നിവയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത്, അതായത് കേബിൾ TV കണക്ഷനിലും ബ്രോഡ്ബാൻഡ് കണക്ഷനിലും ഒന്നാം സ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. അതിന് നമ്മൾ കേരള ജനതയോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. അത് തുടർന്നും ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രോഡ്ബാൻഡിലും കേബിൾ ടിവിയിലും 5ഉം 6ഉം സ്ഥാനം നമ്മൾ നേടിക്കൊണ്ടാണ് മുന്നേറുന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ചെറുപുഴയ്ക്കും ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. കേരള വിഷൻ്റെ, അതായത് കസ്റ്റമർ കെയർ സർവീസ് സെൻറ്റർ, ഇവിടെയും അഭിമാനത്തോടെ തന്നെ നമ്മളിപ്പോൾ ഔപചാരികമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. കെ.വി. സോളാറിൻ്റെയും അതുപോലെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെയും സർവീസ് സെൻറ്ററും ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സിഒഎ ജില്ലാ പ്രസിഡന്റ് വി. ജയകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. കേരള വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡ് കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലുള്ള ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നേടിയതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ നേട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു കമ്പനിയാണ് കേരള വിഷൻ. തികച്ചും സാധാരണക്കാരായ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേരള വിഷൻ നടത്തി വരുന്നത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് 1100 ചില്ലാൻ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരുള്ള ഇന്ത്യയിൽ 6ാം സ്ഥാനത്ത് കേരള വിഷനാണ് എന്നുള്ള അവിശ്വസനീയമായിട്ടുള്ളൊരു വസ്തുത കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രസക്തി നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇന്ത്യയിലെ വൻകിട
കോർപ്പറേറ്റ് ശക്തികളായിട്ടുള്ള ജിയോ ഉൾപ്പെടെയുള്ള വൻ ശക്തികളോട് മല്ലടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഈ 1100-ൽ പരം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളോട് മല്ലടിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം ഈ സേവനം നടത്തുന്ന കേരള വിഷൻ ഈ 1100-ൽ 6-ാം സ്ഥാനത്താണ് എന്നുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തുത. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ KV സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ്റെ ഈ പ്രവർത്തനത്തെയും കേരളത്തിലെ മാതൃകയെ കുറിച്ച് അവർ പ്രത്യേകം പരാമർശിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരം ബ്രോഡ്ബാൻഡ് സേവനത്തോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് സോളാറുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി, അത് ജലവൈദ്യുതി ഒക്കെ ഏറ്റവും നമ്മൾ സാധാരണ അതിൻ്റെ എഞ്ചിനീയർ അടക്കമുള്ള ആളുകളോട് ഇരിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് അധികാരികൾ പറയാനുള്ള ആളാണ്. എങ്കിൽ പോലും അതാണ് കുറച്ചുകൂടി ചിലവ് കുറഞ്ഞത്. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ രംഗത്ത് തന്നെ ഈ വൈദ്യുതി മേഖലയിലും ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ ഈ കമ്പനികൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ കേരളത്തിലെ കമ്പനിയാണെങ്കിലും അത് വിതരണത്തിൻ്റെ കമ്പനിയായാലും ഉൽപ്പാദനത്തിൻ്റെ കമ്പനിയായാലും ഇന്ന രീതിയിലായിരിക്കണമെന്നും മാത്രമല്ല ആ രംഗത്ത് ഇവർക്ക് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ്, ഇന്ത്യയിൽ അതിന് മേടിക്കുന്ന നിരക്ക് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഇതറിയാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ വലിയ വിവാദമായ, കാരണം നമ്മുടെ നിരക്ക് കൂടാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മുമ്പ് ചെറിയ നിരക്കിൽ കിട്ടിയിരുന്ന ദീർഘകാല കരാറ് റദ്ദാക്കുകയും അപ്പം ആ റദ്ദാക്കുന്ന ഒരു ബില്ലൊക്കെ വലിയ കമ്പനികളിലൊക്കെ ചില താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഇടപെടലൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ നിരക്ക് വില കൂടിയ ഒന്നായി വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ആയാലും ഇന്ത്യയിലെ ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ വൈദ്യുതി ബോർഡ് അടക്കമാണെങ്കിൽ നമ്മൾ പുതിയ, കാരണം നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായി നിൽക്കുന്ന സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതിൻ്റേതായ ചില പരിമിതികൾ സാങ്കേതികമായിട്ട് അതിന് ഓരോ പ്രാവശ്യവും നമ്മൾ സാങ്കേതികമായിട്ട് നമ്മളതിനെ മറികടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്ക് KCBയുടെ ഫീഡറിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പദ്ധതി, ഒരു വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതി കൂടി കേരള വിഷൻ്റെ ഓപ്പറേറ്റർമാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് ആ ബന്ധം ഈ പറഞ്ഞ പോലെ 10-30 വർഷത്തെ ബന്ധം ഈ ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ അവരുടെ ടെക്നീഷ്യന്മാരൊക്കെ ആയിട്ട് വീടുകളിലേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒന്നാമതാണ് സർവീസ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെറുപുഴയിലെ കുപ്പാടക്കൻ ബിൽഡേഴ്സ് ഉടമ സന്തോഷ് കുപ്പാടക്കനിൽ നിന്നും ആദ്യ ഓർഡർ സ്വീകരിച്ച് KV സോളാറിൻ്റെ ആദ്യ വിതരണം KSEB ചെറുപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ സദാനന്ദനും നിർവഹിച്ചു. ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 90% ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. അപ്പം നമുക്കറിയാം ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദനം കുറയുന്നു. ഈ സാഹചര്യത്തിൽ ആണ് ഈ സോളാർ പദ്ധതിയുടെ പ്രാധാന്യം ഉള്ളത്. സോളാർ പദ്ധതി നമ്മുടെ വീട്ടിലെ ശരാശരി 3 കിലോവാട്ടോളം ഉൽപ്പാദനം ഒരു ആവറേജ് വീട്ടിൽ ഉണ്ടാകുന്നുണ്ട്. 3 കിലോവാട്ട് തൊട്ട് 5 കിലോവാട്ട് വരെയുള്ള ഉപയോഗമാണ് നടക്കുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KK ജോയി, COA സംസ്ഥാന കമ്മിറ്റി അംഗം K സജീവ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് J സെബാസ്റ്റ്യൻ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നാട് മാറുക. ഇവിടെ കുറേ കാലം മുമ്പ് കാട്ടാനുണ്ടായിരുന്ന സ്ഥലമാണ്, ഇപ്പോഴും കാട്ടാനുണ്ട്. അവിടെ കർണാടക ഫോറസ്റ്റിൽ നിന്ന് കാട്ടാന കുടുങ്ങിയത്തിൻ്റെ അടുത്തൊരെത്തുന്നുണ്ട്. ഇതിന് മുമ്പ് കാട്ടാന തിരുവിതാംകൂറിൽ ഇങ്ങോട്ട് കുടിയേറിപ്പോൾ താഴെ വരുമ്പം ഒരു കാട്ടുപ്രദേശം മൂലപ്രദേശമൊക്കെ ആയിരുന്നത്. അത് മാറി നമ്മുടെ നാട് ഒരുപക്ഷെ കേരളത്തിൽ എറണാകുളത്തിന് സമാനമായി നമ്മുടെ ചെറുപുഴ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. കുറച്ച് കാലം മുമ്പ് TV എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു TV കാണാൻ വേണ്ടി അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ട്, ആ വീട് വലിയ ഉയർന്ന വീടാണ്, അവിടെ പോയി ഒരു സിനിമ കാണാൻ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷകരമായ കാര്യമാണ്. അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ നല്ല നിലയ്ക്ക് മുന്നേ ഇവിടെ പറഞ്ഞു കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1100 സംവിധാനം നിൽക്കുന്നതിൽ 6ാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് ഉയർന്നെത്തി എന്നുള്ള ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. 2 ദിവസം മുമ്പ് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലാകെ നടക്കുന്ന ഡിജിറ്റൽ സാക്ഷരത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ 90കളിൽ നടത്തിയാണ് ഒരു സാക്ഷരത. അക്ഷരമറിയാത്ത ആളുകൾക്ക് അക്ഷരം പകർന്നു കൊടുത്തുകൊണ്ട് 100% സാക്ഷരതയുടെ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയെങ്കിൽ അന്ന് നമുക്ക് കമ്പ്യൂട്ടറിനെ പറ്റി
അല്ലെങ്കിൽ നമ്മൾ ഫോൺ, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള TV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്വപ്നമായിരുന്ന ഒരു കാലത്ത് അതിനപ്പുറത്തേക്ക് മാറി നമ്മുടെ നാട് ഏതാണ്ട് ചെറുപുഴയിൽ 3600ഓളം സാധാരണ വീട്ടിലെ ആളുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ വിരൽ തുമ്പിൽ എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെയാണ് ഇവിടെ ഈ രംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ സർവീസും കിട്ടുന്ന ഒരു കസ്റ്റമർ കെയർ സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതൊരു നാടിന്റെ പുരോഗതിയാണ്, അതൊരു നാടിന്റെ വളർച്ചയാണ്. പഴയ ചെറുപുഴയിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയാണ്. നമുക്കതിവിടെ സൂചിപ്പിച്ചതുപോലെ മാധ്യമരംഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ഭരണത്തെ നിയന്ത്രിക്കാൻ, ഒരു ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ, പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ, മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ, അതിനപ്പുറത്ത് ഇടപെടാൻ, MLA ജയിപ്പിക്കാൻ ഒക്കെ കഴിയുന്നതിലേക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമായി മീഡിയ മാറുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങാണ് കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചോളം ഈ ചെറുപുഴ പട്ടണത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായ കേരള വിഷൻ അതിൻ്റെ ഒരു കസ്റ്റമർ കെയർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം ഈ ചെറുപുഴ പട്ടണത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലുപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ചെറുപുഴ പോലുള്ള മലയോര പ്രദേശങ്ങളുടെ ഒരു ഭൂപരിസ്ഥിതി പരിശോധിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നേരത്തെ സംസാരിച്ച വിജയേഷാനോട് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. കേബിൾ TV സംരംഭം ആരംഭിക്കുന്ന സമയങ്ങളിൽ അത് തുടങ്ങുന്ന എല്ലാ സംരംഭകരും ഏറ്റവും കൂടുതലായിട്ട് ജനസാന്ദ്രതയുള്ള വേഗത്തിൽ കണക്ഷനുകൾ നൽകുവാൻ പറ്റുന്ന സ്ഥലങ്ങളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. പ്രധാനമായും പട്ടണപ്രദേശങ്ങൾ അല്ലെങ്കിൽ പട്ടണത്തോട് സമീപത്ത് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ കേബിൾ TVയുടെ ആരംഭം തുടർന്നിരിക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ എങ്ങനെ വളരാൻ കഴിയുമെന്ന് ഈ നാടിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരള വിഷൻ. 30 ലക്ഷം ഭവനങ്ങളിലേക്ക് തങ്ങളുടെ സർവീസ് എത്തിച്ചുകൊണ്ട് ഈ ബഹുരാഷ്ട്ര കുത്തകളെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് നേടിയെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞത് ഏറ്റവും സ്വാഗതാർഹമാണ്. അതിൽ ചെറുപുഴ CC നെറ്റിനും വലിയൊരു പങ്കാളിത്തമുണ്ട്. നമുക്കറിയാം, അടുത്ത കാലങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഈ ചെറുപുഴ എന്ന വാക്ക് കൂട്ടിയിട്ടുള്ള പേരുകളും പ്രസ്ഥാനങ്ങളും എല്ലാം വളരെ വേഗത്തിൽ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വളരെ വേഗത്തിൽ ശക്തിപ്പെടുന്നതായിട്ടും ആ പ്രസ്ഥാനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് കേരള വിഷൻ ഏറ്റവും നല്ല വെല്ലുവിളികളെ നേരിടുവാൻ സാധിച്ചുകൊണ്ട് മഹത്തരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം ഇവിടെ നിന്ന് കുറിക്കുകയാണല്ലോ. കസ്റ്റമർ സർവീസ് സെൻ്ററായിട്ട് ഇന്ന് ചെറുപുഴയിൽ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള വിഷൻ്റെ കണ്ണൂർ ജില്ലയിൽ 2600ഓളം ജീവനക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കുന്നു എന്നുള്ളത്, അതായത് 2600ഓളം കുടുംബങ്ങളെയാണ് നിങ്ങൾ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഏറെ അഭിമാനത്തോടുകൂടി തന്നെ നിങ്ങളെ ആശംസിക്കുകയാണ് ഞാൻ. അതോടൊപ്പം ഇപ്പോൾ സോളാറിൻ്റെ പല പദ്ധതികളും ചെറുപുഴ ഉണ്ടെങ്കിലും നമ്മുടെ കേരള വിഷൻ തന്നെ ഇത് ഏറ്റെടുത്ത് നടക്കുമ്പോൾ ബാങ്കുമായി ടൈപ്പായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് പണം ശേഖരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർക്കൊരു ലോണായി കൊടുത്തുകൊണ്ട് ആ തുക മാസം അടവും പിഴ വരുത്താതെ തന്നെ നിങ്ങൾക്ക് ബാങ്കിന് അടച്ചു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ജീവനക്കാരും നിങ്ങൾക്കുണ്ട്. അത് ഏറെ സ്വാഗതാർഹമായ ഒരു രീതി തന്നെയായി ഞങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ വ്യാപാരികളുടെ ഇടയിൽ നമ്മുടെ AE സനൽ സാറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യാപാരികളുടെ ഇടയിൽ ചെറുപുഴ ടൗണിൽ പകുതി സമയം കറണ്ട് ഇല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടായിരുന്നു. 2 വർഷത്തോളമായി എൻ്റെ മുന്നിൽ തന്നെ ഈ പരാതി വരുന്നു. അപ്പോൾ AE നിരന്തരം നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സനൽ സാർ ഇടപെട്ടുകൊണ്ട് കുറേ ലോഡ് കുറച്ചുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി തന്നിട്ടുണ്ട്. വ്യാപാരികൾ തന്നെ ഈ സോളാർ സിസ്റ്റം ഏറ്റെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ചടങ്ങിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ബമ്പർ സമ്മാനമായ LED TV COA ജില്ലാ ട്രഷറർ AV ശശികുമാറും മറ്റ് സമ്മാനങ്ങൾ വിശിഷ്ട അതിഥികളും കൈമാറി.
ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ, കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി.പി. ചന്ദ്രൻ, CPIM ചെറുപുഴ ലോക്കൽ സെക്രട്ടറി R.K. പത്മനാഭൻ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു ചുണ്ട, COA കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.R. രജീഷ്, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. ശശികുമാർ, N.K. ദിനേശൻ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, PDIC ലിമിറ്റഡ് MD K.O. പ്രശാന്ത്, KV സോളാർ MD KV വിനയകുമാർ, കണ്ണൂർ വിഷൻ ചാനൽ MD KK പ്രദീപൻ, PDIC ബ്രോഡ്ബാൻഡ് ഡയറക്ടർ KV ബൈജു, PDIC ഡയറക്ടർ M. രാജേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. CCNet ചാനൽ MD KK ജദീപ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. CCNet ന്യൂസ് ചെറുപുഴ.